എല്ലാ മാസവും 23 എന്ന് പറയുന്ന ഡേറ്റ് ഭയങ്കര തിരക്ക് പിടിച്ച ഡേറ്റ് ആയിക്കോട്ടെ എനിക്ക്. എന്താണെന്ന് വെച്ചാൽ 24-ന് ബാങ്കിൽ കുറിയാന്നേ. അപ്പോൾ 23-ന് നമ്മൾ ഫുൾ കളക്ഷൻ എടുത്ത് തീർക്കണം. ഷോപ്പുകൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് വീടും ഉണ്ട്. എല്ലാ 1-ാം തീയതിയും സാലറി വാങ്ങുന്നേരം ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. പക്ഷെ അവിടെ നിന്ന് 2 ദിവസം കഴിയുന്നേരം ഭയങ്കര സങ്കടമായിരിക്കും. അടച്ചോനെ ഇനി എത്ര ദിവസം കഴിയണം അടുത്ത ഒന്നാകുന്നതായിരിക്കും കേട്ടോ അന്നേരം ചിന്തിക്കുക. പക്ഷേ ഈ കുറിൻ്റെ ദിവസം വന്നാലില്ലേ, 23, 24 വന്നാലൊരു സമാധാനമാണ്. ഇനി ഒരു 5-6 ദിവസമല്ലേ ഉള്ളൂ 1-ാം തീയതിക്ക് ഇത് മാത്രമായിരിക്കും എന്നേരം വിചാരിക്കുക. ഈ 23, 24 ഓട്ടപ്പാച്ചിലാണെങ്കിലും ഒരു സന്തോഷമായിരിക്കും. ഇനി അടുത്തൊരു 5-6 ദിവസം കൊണ്ടല്ലേ, ഒരാഴ്ച കൊണ്ട് നമ്മൾ 1-ാം തീയതി സാലറി വാങ്ങാൻ പോകാമെന്നല്ലോ എന്നുള്ളൊരാക്കമില്ലേ, അതായിരിക്കും കേട്ടോ മുള്ളു നിറച്ചു. അങ്ങനെയുള്ളൊരു ഓട്ടപ്പാച്ചിലാണേ ഇന്ന്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഒരു മരിച്ച വീട്ടിൽ പോകുന്നുണ്ടായിരുന്നു. അവിടെ പോയി തിരിച്ച് വരുന്നേരം കുറച്ച് കേങ്ങും കുറച്ച് മത്തിയെല്ലാം വാങ്ങി. ഞാൻ മീൻ മുറിച്ച് എല്ലാം കൈ എടുക്കുമ്പോഴത്തേക്ക് ജയേഷേട്ടൻ കേങ്ങെല്ലാം തോല് പൊളിച്ച് കഴുകി കുക്കറിൽ വെച്ച് അടുപ്പത്ത് വെച്ചിട്ടോ. അങ്ങനെ 2 ആൾ ഒരുമിച്ച് അടുക്കളയിൽ ഇറങ്ങിയതിനെ കൊണ്ട് നമ്മളെ സംഭവം പെട്ടെന്ന് സെറ്റായിട്ടോ. 70 ഉറുപ്പ്യക്ക് ആകെ 6 മത്തിയാട്ടോ കിട്ടിയേ. അതിൽ 2 മത്തി പൊരിച്ച് 4 മത്തി ഞാൻ ഈ കേങ്ങിലിട്ട് ഇളക്കി. പിന്നെ കേങ്ങും മീനും ഒരുമിച്ച് പുഴുങ്ങിയതിനെ കൊണ്ട് നമുക്ക് ചോറിന് വേറെ കറിയൊന്നും വേണ്ട, ഇതും കൂട്ടി അങ്ങ് തിന്നാം. ഇത് തിന്നിട്ട് വേണം കേട്ടോ എനിക്ക് വടകര പോവേ. ഇവളെന്താ തൊട്ട് നക്കുന്നതെന്ന് വിചാരിക്കണ്ട കേട്ടോ, എനിക്ക് ഇതിൻ്റെ ഉപ്പ് നോക്കിയെങ്കിലും ഒരു സമാധാനം ഉണ്ടാകുകയല്ലോ. അങ്ങനെ കുറച്ച് ചോറും ഒരു മത്തി കുറച്ച് കേങ്ങ് കൊടുത്തിട്ട് ഞാൻ തിന്നാൻ പോകുകയാണേ. ഇത് തിന്നിട്ട് വേണം എനിക്ക് വടകര പോയി. വടകര ഇന്ന് നേരത്തെ പോകണം. എന്നിട്ട് അവിടെ കളക്ഷനൊക്കെ എടുത്ത് ബാങ്കിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് പയ്യോളി എടുത്തിട്ട് വേണം ശ്രീകൃഷ്ണ മഠം ഭാഗമുണ്ട് നമ്മൾ ഏകദേശം വീട്ടിൻ്റെ അടുത്ത്. ആ ഭാഗം മൊത്തം ഒരുപാട് വീട് കയറി ഇറങ്ങാനുണ്ട്. അവിടെയൊക്കെ കയറി ഇറങ്ങി കുറീൻ്റെ പൈസയൊക്കെ കളക്ട് ചെയ്യണം. ഈ ഓട്ടപ്പാച്ചിൽ എന്നെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ കിടന്ന് ഓടുക. അല്ല കേട്ടോ, ജയചേട്ടൻ വരും വണ്ടിയും കൊണ്ട്. ഞങ്ങൾ 2 ആൾ വന്ന് എല്ലായിടെയും പോവുക. മൂപ്പർ പണിക്ക് പോവുകയാണെങ്കിൽ വൈകുന്നേരം എന്നെ കാത്തു നിൽക്കും. എന്നിട്ട് വന്നിട്ട് നമ്മൾ 2 ആൾ ഒരുമിച്ച് പോകും. അങ്ങനെ നമ്മൾ ബസ് കയറി ഗൈസ്. ഈ വടകരയെല്ലാം പോയി വേഗം തിരിച്ച് വരട്ടെ.